എവിടെയെല്ലാം പടച്ച റബ്ബ് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പടച്ച റബ്ബ് അവനിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞതെന്റെ പ്രിയമുള്ളവരെ. നമ്മൾ എങ്ങനെയാണ് ദുനിയാവിലേക്ക് കടന്നു വന്നത്? ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നത് എങ്ങനെയാണ്? രണ്ട് കൈയും മുറുകെ പിടിച്ചല്ലേ ദുനിയാവിലേക്ക് കടന്നു വന്നത്. ലോകം മുഴുവനും വാരിക്കൂട്ടണമെന്ന ചിന്തയോടെ ദുനിയാവിലേക്ക് കടന്നു വന്ന നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് നാളെ പരലോകത്തിലേക്ക് കടന്നു പോകുമ്പോ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ? മുറുക്കി വെച്ച കൈ നമ്മൾ പരത്തിയിട്ടല്ലേ പോകുന്നത്. എന്താണ് മനുഷ്യന്മാര് കൊണ്ടുപോയത്? ആരാണ് ദുനിയാവിൽ നിന്നവരുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുപോയത്? പരം വിരിച്ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേലെ തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ മറമാടും ഖബർ ബഹു ചോറിലേ. മറമാടും ഖബർ ബഹു ചോറിലേ. ദുനിയാവിന്റെ നെറുകയിൽ എത്രയെത്ര രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, എത്രയെത്ര സമ്പന്നന്മാരാണ് ജീവിച്ചിരുന്നത്. അവരെല്ലാം ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് പരലോകത്തിലേക്ക് കടന്നുപോയപ്പോ അവര് കൊണ്ടുപോയത് വെറും 3 തുണ്ട് കഫൻ പുടവ മാത്രമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വംഫിഖൂ മിമ്മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഖുർആനിൽ എവിടെയെല്ലാം സമ്പത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പടച്ചവൻ അവനിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞു. നാം തന്നത്, നാം തന്നത്, നാം തന്നത്. അള്ളാഹു തന്നതല്ലാതെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ഇനി